നമസ്കാരം. ഇന്നൊരു കായൽ യാത്രയാണ്. KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ മൂവാറ്റുപുഴ യൂണിറ്റ് പുതുവത്സര ആഘോഷവും ഒരു കായൽ യാത്രയോടൊപ്പം നടത്താനായിട്ട് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന സൂര്യാംശം എന്ന് പറയുന്ന ഒരു ദിവസത്തേക്ക് ഞങ്ങൾ വാടകയ്ക്കെടുത്ത ഒരു ഷിപ്പിലുള്ള യാത്രയാണ്, കായൽ യാത്രയാണ്. അതിൽ പിഴലിക്കാണ് ഈ പോകുന്ന വഴിക്കുള്ള ചെറിയ ദ്വീപുകളും കാഴ്ചകളും കണ്ടിട്ടുള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ എൻജോയ് ചെയ്യാം എന്ന് പറയുന്നു. അപ്പോൾ ഈ കാഴ്ചയുടെ അല്ലെങ്കിൽ ഇത് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഫുൾ ഡേ ആയിട്ട് ബുക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. ഇതാണ് KSINC, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇവർ അറേഞ്ച് ചെയ്യുന്നതാണ് ഈ ട്രിപ്പ്. സാഗർ റാണി എന്നും സൂര്യാംശം എന്നും പറഞ്ഞ 2 ഷിപ്പുകളുണ്ട്. അതിൽ സൂര്യാംശമാണ് നമ്മളിന്ന് ഒരു ഡേ ക്രൂയിസിനായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത്രയും ആൾക്കാരുണ്ട്. ആഹാ, എന്തോ. നമസ്കാരം. ആ വരി. നമസ്കാരം. എല്ലാവരും നമസ്കാരം. പിന്നെ 994. അപ്പുറത്താ വണ്ടിയാണ്. കേരള ഷിപ്പിംഗ് ആൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ സൂര്യാംശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് അടിച്ചു വിളിക്കണ്ടേ? നമ്മൾ ഒരുപാട് തിരക്കിൽ ജീവിച്ച ആളുകളാണ് അല്ലെ. നമ്മുടെ KSEB പെൻഷൻസ് കൂട്ടായ്മയാണ്. അവരുടെ ഫാമിലിക്കാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. നമുക്ക് എല്ലാവരും ഒന്ന് കൈയടി ചെയ്യും. അപ്പൊ ഇടക്കൊക്കെ ഞങ്ങൾക്ക് ചാൻസ് തരും എനിക്കല്ലേ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും നമ്മള് ഒരുമിച്ച് ഒരു യാത്ര പോവുകയാണ്. പേല എന്ന് പറഞ്ഞ വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്രധാനപ്പെട്ട 2 വാക്വേയാണുള്ളത്. ഒന്ന് മുംബൈയിലും രണ്ടാമത് കാണുന്ന മറൈൻ ഡ്രൈവ്. ഫസ്റ്റ് കാണുന്ന ഒരു കെട്ടുവള്ളങ്ങളെ പോലുള്ള ട്രഡീഷണൽ മോഡലുള്ള ഒരു ബ്രിഡ്ജ് കാണാം, ഒരു പാലം കാണാം. രണ്ടാമത് ചെറിയ തുരുത്തുകൾ കാണുന്നുണ്ടോ, കണ്ടൽ കാടുകൾ, ഡയമണ്ട് ഐലൻഡുകൾ എന്ന് പറയും. ഇതെല്ലാം ബ്രിട്ടീഷുകാർ നിർമ്മിച്ചാണ്. പണ്ട് തന്നെ ഒരാൾ ചോദിച്ചു ഇതെങ്ങനെ നീങ്ങിപ്പോകുന്നത്. അതല്ല, നമ്മളാണ് നീങ്ങിപ്പോകുന്നത്. ഒരുപാട് വർഷങ്ങളുടെ പ്രദർശനത്തിലുള്ള കലാകാരന്മാരുടെ ഡയറക്ടർ നല്ലൊരു പ്ലീസ് വെൽക്കം നവാസ്. പുതിയ പാട്ട് കേട്ടാലോ? ചായ കുടിച്ച് കഴിഞ്ഞെങ്കിൽ പിന്നെ ഷിപ്പിനെ കെട്ടിയിടിച്ചിട്ട് പോകുന്നത് കടലിലേക്ക് എത്തിക്കാനായിട്ടേ വലിച്ചു കൊണ്ടുപോകണമാണത്. പിന്നെ എന്നെ മാറ്റി ലോറിയൊക്കെ നമ്മൾ തള്ളി നിൽക്കാറില്ലേ?
ദിവസം ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ട്, അല്ലെങ്കിൽ എൻ്റെ സപ്തതി കഴിയുകയാണ്. അധികമൊന്നും ആയില്ല, 70 കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയും ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുക. ഞാൻ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഈ കേക്ക് മുറിക്കുന്നതായിരിക്കും. ഈ മൂവാറ്റുപുഴ കൂട്ടായ്മയുടെ പ്രസിഡന്റാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലൊക്കെയാണ് ആഘോഷിക്കാറ്. ഈ തവണ
അവരെ കൂടെ ഒരു 3 ഫാമിലി കൂടി 3 പേര് ഫാമിലി കൂടി വന്നേ 3 പേര് കൂടി 3 കപ്പിൾസ് വന്ന് ഇങ്ങനെ വന്ന് ഓടി വരും. ഇല്ല വന്നേ. ഇത് പൊളിക്കും. ഓക്കെ, അപ്പൊ ഒരു നല്ലൊരു കൈയ്യടി കൊടുക്കുക. ഓക്കെ, ആദ്യം ജാനുവരിയിൽ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവരെ ഇവർക്ക് വേണ്ടി നമുക്ക് ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ചേർന്നൊരു ക്ലാപ്പ് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു കൈയ്യടി. അത് മ്യൂസിക് മ്യൂസിക് അപ്പൊ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടുത്തിയാണ്. എന്നാലും ഞങ്ങൾ ഒന്നും കൂടി പേര് ചോദിക്കുകയാണ്. പേര് 31. ഓക്കെ, നിങ്ങൾ ഏകദേശം ഇവിടെ ബിനു എത്ര വർഷമായി? 26. ഓക്കെ, കൊടുക്കുക നല്ലൊരു കേടി. നമ്മുടെ സാർ വിജയകുമാർ എത്ര വർഷമായി? 12 വർഷം. 1 വർഷം കൂടുതലായി അല്ലെ? അപ്പൊ കൊടുക്കുക നല്ലൊരു കൈഡി. അപ്പൊ ഞാൻ തമ്മിൽ ഇടി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നല്ല, ഒരു ജീവിതം എന്ന് പറഞ്ഞ ഒരു ബാറ്ററിയുടെ 2 വർഷം പോലെയാണ്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അല്ലെ? നമ്മുടെ നെഗറ്റീവ് സൈഡിലുണ്ടാവും ചെറിയ പിന്തുണയാണ്, എല്ലാ കാര്യത്തിലും പിന്തുണയാണ്. പിന്നെ ഒരു കുഴപ്പമുള്ള കഴിഞ്ഞാല് ഓഫീസൊക്കെ വിട്ടിച്ച് നേരത്തെ വരണം, രാത്രി ആയി കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ടൂർ ഞാൻ തന്നെ പോകുമെന്ന് പറയുമ്പോൾ ഇച്ചിരി വിഷമമുണ്ട്, അതേ ഉള്ളൂ. നല്ല വിശ്വാസമല്ലേ? ഓക്കെ, ഇവിടെ പറഞ്ഞോളൂ, ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളുണ്ട് കൂടെ. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും, കെയർ ചെയ്യും. ഞങ്ങള് പിള്ളേര്, അമ്മ, എല്ലാവരും ഒന്നുപോലെ കെയർ ചെയ്യും. പിരിച്ച് മുൻകോപോട്ടെ. അത് കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, ഇവര് എന്തായാലും തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടിരിക്കുകയാണ്. 3 ഫാമിലി ഇങ്ങോട്ട് വരിക. ഇവിടെ കുറച്ച് മുൻകോപമുണ്ട്, പക്ഷേ ആ മുൻകോപം വന്നാലും സ്നേഹമാണ്. എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടീവ് ആണ്. കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടില്ല എന്ന് തോന്നിയെങ്കിലും പക്ഷെ പുള്ളിക്കാരത്തെ മുൻകൂട്ടി കറഞ്ഞത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നല്ല മാത്രം പറയാനുള്ളൂ ഇവിടെ കേട്ടോ. ഓക്കെ, അടിപൊളി. ഇവിടെ എന്ന് പറഞ്ഞാൽ ചാടി കയറി എതിര് പറയും, പിന്നെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ ഇതിനായിരുന്നല്ലേ വിളിച്ചു വരുത്തിയത്. പിന്നെ എനിക്ക് മുൻകോപം ഉണ്ടെങ്കിലും വളരെ ശാന്ത സ്വഭാവമുണ്ട്. ഈക്വലൈസ് ചെയ്ത് നല്ലതായിട്ട് മുന്നോട്ട് പോകുന്നു. അത് തന്നെ നല്ല കാര്യമാണ്. ഇപ്പൊ നല്ലൊരു കയ്യിൽ കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മള് ഇവർക്ക് വേണ്ടി നമ്മള് ചെറിയൊരു ഗെയിം നിങ്ങള് ഇവിടുന്ന് കയറി ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നു. വളരെ നല്ല രീതിയിൽ ഈ 3 പേരും ഗായകര്, 2 ഗായകര്, ബദർ വളരെ ഭംഗിയായിട്ട് നമ്മളെ കൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഭംഗിയായിട്ട് നമ്മളൊരു പിന്നെ റിട്ടയർഡ് ആയ ആൾക്കാരാണെന്ന് തോന്നിയിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ സർവീസിലുള്ള ഒരു എനർജിക്കലായ യുവാക്കളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. വളരെ നല്ല നിങ്ങളുടെ ആ പെർഫോമൻസ് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഇനി ഞങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നു. വെരി താങ്ക്സ്. ആ ചെമ്മീൻ വാങ്ങിച്ചവരെ എടുത്തോണ്ട് പോകണം, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ചീഞ്ഞു പോകും. അപ്പൊ നമ്മുടെ ഈ യാത്രയുടെ പരിസമാപ്തി തീർന്നിട്ടില്ല. നമ്മുടെ യാത്രയുടെ തുടരും. പക്ഷെ ഈ സൂര്യാംശുവിലെ ഈ യാത്ര അവസാനിക്കുകയാണ്, ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഈ മക്കളോട്, ഈ 3 മക്കള് നല്ല സുന്ദരമായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ നമുക്ക് പറയാനുള്ളത്, മക്കളെ നിങ്ങള് പൊന്നപ്പനല്ല തങ്കപ്പന. എല്ലാവർക്കും ഒരു ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പൊ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും പോകരുത്, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ബസ്സിൽ കയറി നമുക്ക് കുഴിപ്പള്ളി ബീച്ചിലേക്ക് പോകാനുള്ളതാണ്. അപ്പം കൂട്ടം തെറ്റി പോകരുത്. 56 പേര് ഒന്നിച്ച് കാണണം. കടൽ കാണാൻ പോകണം. കടൽ കാണാൻ പോകണം. ഓക്കെ, താങ്ക് യു.
അതെയോ ചെറു മാലിക്കാറാവേ ചെറു മാലിക്കാവുന്നു നീലക്കടലേ ഇവിടെ ഇവിടെ അവസാനം ഇതിനകത്തൊന്നും കയറുന്നില്ലേ